തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നെയ്യാറ്റിൻകരയിൽ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. മീറ്ററിൽ നിന്ന് വാതിലിലേക്ക് വയർ കണക്ട് ചെയ്താണ് കൊലപാതക ശ്രമം ഉണ്ടായത്. നെയ്യാറ്റിൻകര മഞ്ചവിളാകം സ്വദേശി രമ്യയുടെ വീട്ടിലായിരുന്നു ഈ സംഭവം. വാതിൽ തുറക്കുന്നതിനിടെ രമ്യയുടെ മകന് ഷോക്ക് ഏൽക്കുകയും ചെയ്തു. കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആരെന്ന് വ്യക്തമല്ല. പോലീസ് എത്തി പരിശോധനയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അശ്വിൻ ഡിയാഗോ വിവരങ്ങൾ നൽകും. അശ്വിൻ, അങ്ങനെ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണിത്. ഇപ്പോൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയാണ് തൊട്ടടുത്ത് നിന്ന് ഇവിടേക്ക് കൃത്യമായിട്ട് വയർ കണക്ട് ചെയ്ത് ആ ഒരു ഡോറിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് ഷോക്ക് ഏൽക്കണം, അവർ മരണപ്പെടണം എന്നുള്ളൊരു ഉദ്ദേശം, ഒരു ദുരുദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ വീട്ടുകാരെന്താണ് പറയുന്നത്? ഇവർക്കാരെങ്കിലും സംശയമുണ്ടോ? പോലീസിന്റെ ഒരു അന്വേഷണം ഇപ്പോൾ ഇവിടെ വരെ എത്തി. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇലക്ട്രിക് മീറ്ററിൽ നിന്നും വയറിലൂടെ വാതിലിലേക്ക് കറണ്ട് കടത്തിവിട്ടാണ് കൊലപാതക ശ്രമം നടന്നിട്ടുള്ളത്. മഞ്ചവിളാകം സ്വദേശി രമ്യയും ഭർത്താവ് സജിയുമായി ഏതാണ്ട് 8 വർഷത്തിലധികമായി അകന്നാണ് താമസിക്കുന്നത്. അടുത്തിടെയാണ് രമ്യയും 2 മക്കളും പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. തയ്യൽ ജോലിയാണ് രമ്യയുടെ ഉപജീവന മാർഗം. ഇന്നലെ രാത്രി 1 മണിവരെ രമ്യയ്ക്ക് തയ്ക്കാനുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് കിടന്ന് ഉറങ്ങുന്നതും. രാവിലെ മകൻ അലനാണ് വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത്. വാതിൽ തുറക്കുമ്പോൾ തന്നെ അലൻ ഷോക്കേറ്റ് താഴെ വീഴുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മീറ്ററിൽ നിന്നും വാതിലിന്റെ ഇരുമ്പ് ലോക്കിലേക്ക് വൈദ്യുതി കണക്ഷൻ നടത്തിയിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെടുന്നത്. രമ്യയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ അവിടേക്ക് ഓടിയെത്തുന്നതും ഇത് കാണുന്നതും പിന്നീട് പോലീസിന് വിവരം അറിയിക്കുന്നതും. ഷോക്കേറ്റ് കുട്ടി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊലപാതകമാണെന്ന് വ്യക്തമായിട്ടുണ്ടെങ്കിലും പിന്നിൽ ആരാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ടില്ല. സംഭവത്തിൽ മാറായിമുട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ രമ്യയുമായി ആർക്കെങ്കിലും ശത്രുതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. ഈ ഭർത്താവിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ്. ശരി, അശ്വിൻ ഡിയാഗോ ആണ് വിവരങ്ങൾ നൽകിയത്. കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് ഉണ്ടായത്. പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്.